നിങ്ങൾ സ്വാർത്ഥരാകരുതിട്ടാ, മറ്റുള്ളവർക്കും കൂടെ വേണ്ടേ. ഗാർലിക് ഹോട്ടൽ ഹാസ് 3 categories ഓഫ് റൂം ഇൻ ഹോട്ടൽ. ഏതാണ്? 5 സ്യൂട്ട് റൂം. ഞങ്ങൾ പറഞ്ഞ 5 ഉദ്ദേശിച്ചിട്ടാ. 5 സ്യൂട്ട് റൂം ഉണ്ട്, 50 സുപ്പീരിയർ റൂം, 40 ഏതാണ്? സ്റ്റാൻഡേർഡ് റൂം. ഇനി ഒരു രസം കേൾക്കണം നിങ്ങൾക്ക്. സത്യത്തിൽ ഈ റൂമിൻ്റെ ഒന്നും നമ്മുടെ അടുത്ത് എന്ത് ചെയ്തിട്ടില്ല, ഇതോ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ഏതിനാണ്? സ്റ്റാൻഡേർഡ് റൂമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പക്ഷെ ഒരു ചെറിയ ഫിക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഇറലവൻ്റ് കോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. അത്ര പറയുന്നു. റൂം താരിഫ് ഓഫ് സ്റ്റാൻഡേർഡ് റൂം എത്രയാ? 5000. മക്കളെ, പെർ ഡേ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? റൂം റെൻ്റാടാ ഈസ് ഈക്വൽ ടു ഏതാണ്? സെല്ലിംഗ് പ്രൈസ്. നോട്ട് ചെയ്യണ്ടല്ലോ അല്ലേ? വേണ്ട, കാരണം ഞാൻ പിന്നെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കിട്ടൂലേ പിന്നെ നോക്കുമ്പോൾ സ്പീഡിൽ? അത് ഉണ്ടാവരുത്, കിട്ടാതെ അങ്ങോട്ട് ഇരുന്ന് പണ്ടാറാണ്. ഗാർലിക് ഹോട്ടൽ പണ്ടാറെന്ന് പറഞ്ഞ പോസിറ്റീവ് വാക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രേറ്റ്. ഇപ്പം നമ്മൾ പറയില്ലേ, ആരൊക്കെ പറയും സിനാൻ ഒരു പണ്ടാറാ, അങ്ങനെ പറഞ്ഞല്ല, സിനാൻ ഗ്രേറ്റാ, അതാ, അത്രേ ഉള്ളൂ. യെസ്, ഗാർലിക് ഹോട്ടൽ പ്രൊവൈഡ്സ് യു ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റാൻഡേർഡ് റൂം. മക്കളെ, ചളിയൊന്നും അധികം അടിക്കാത്തതിൽ ആരും പ്രയാസം ഉണ്ടാവരുത്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്തല്ലേ, ക്ലാസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാം. വേറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്, അവരെന്ത് വിളിച്ചു പറയുന്നു, സാറ് വർത്താനം പ്രൊഡക്റ്റീവ് ആക്കണ്ടേ. ഓക്കെ അല്ലേ? ഡാ, ഇത് 2023-24 സ്റ്റാൻഡേർഡ് റൂമിൻ്റെ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ഏതിൻ്റെ? സ്റ്റാൻഡേർഡ് റൂമിൻ്റെ. മറ്റേ റൂമിൻ്റെ ഒന്നും ഇല്ല, ഞാൻ പറഞ്ഞു. എത്രയാണ് ടോട്ടൽ റൂം താരിഫ് കളക്റ്റഡ്? 400 ലക്ഷം. അപ്പം എത്ര റൂമുണ്ട് നമുക്ക് മനസ്സിലാവില്ലേ? റൂമുണ്ട് എത്രയാണ്? 50 അല്ലേ? റൂമല്ല പ്രശ്നം, റൂം ഡേയ്സ് ആണ്. എക്സ്ക്യൂസ് മീ മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. 100 റൂം ഉണ്ടെന്ന് വിചാരിക്കാം ഒരു ദിവസം. അപ്പം റൂം ഡേയ്സ് എത്ര? 100. ഒരു ദിവസം നിങ്ങൾക്ക് 110 റൂം വാടക കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എത്ര ആൾ വന്ന് റൂം എടുക്കാം? 100 ആൾ വന്നിട്ട്. മക്കളെ, 2 ദിവസത്തെ റൂം ഡേയ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200. മനസ്സിലായില്ലേ? അങ്ങനെ 50 നമുക്ക് എത്ര ആക്കാം? ഇൻറ്റു 365 വെച്ച് എത്ര വരും? റൂം ഡേയ്സ് ആണ് 18 to 50 റൂംസ്. റൂം ഡേയ്സ്. ഓക്കെ അല്ലേ? മനസ്സിലായ? എടാ, ഒരു വർഷം 50 റൂം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഒരു വർഷം 18,250 ആളുകൾക്ക് വന്നിട്ട് റൂം എടുത്ത് പോവാം. സാർ ഒരാഴ്ച നിൽക്കണവർ ആയിക്കോട്ടെ, എന്തായാലും ഇത്ര ആളുണ്ടാവും. ചിലപ്പോൾ 2 ദിവസം 2,000 കണക്കാക്കും, അത്രേ ഉള്ളൂ, 2 ആളായിട്ട്. ഓക്കെ ആണോ? പക്ഷെ ഇതിൽ ഹോളിഡേയും മറ്റൊക്കെ ഉണ്ടാവില്ലേ, സീസൺ ഓഫ് സീസൺ ഒക്കെ വരില്ലേ? ഓക്കെ. പക്ഷെ നിങ്ങൾ കഷ്ടപ്പെടണ്ട, ഇതാണ് ഒരു വേ. പക്ഷെ നിങ്ങൾ കഷ്ടപ്പെടണ്ട. മൊത്തം ഇപ്പം ഞാൻ അങ്ങനെ പറയാം, ടോട്ടൽ എന്ത് വന്നിട്ടുണ്ട്? സെയിൽസ് വന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് വരെ യൂണിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര നമ്പർ ഓഫ് യൂണിറ്റ് കണ്ടെത്തി കൂടെ? അതേപോലെ തന്നെ ഇവിടുത്തെ ടോട്ടൽ എത്രയാ? 400 ലക്ഷമല്ലേ? ഡിവൈഡഡ് ബൈ എത്രയാണ്? 5000. 400 ലക്ഷമാണ്. വെറും 400 അടിക്കരുത്, തെറ്റും. അപ്പം 8000 എന്താണ്? റൂം ഡേയ്സ് ആണ് ഉള്ളത്. സെറ്റല്ലേ? ഓക്കെ, യെസ്, ക്ലിയർ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. വിൽ ഡിസ്കസ്. വേരിയബിൾ കോസ്റ്റ് എത്ര? 160. കളിക്കല്ല, 160 ഉറുപ്പ്യല്ല, 160 ലക്ഷമാണ്. മുകളിൽ റുപ്പീസിൻ ലാക്ക് ഉണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് സ്റ്റാൻഡേർഡ് റൂമിൻ്റെ തന്നിട്ടുള്ളൂ, മതി. എത്രയാ? 60 ലക്ഷം. പിന്നെ അപ്പോർഷൻ കോസ്റ്റ് ഓഫ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ചാർജ് എത്ര വരുന്നുണ്ട്? 100 ലക്ഷം, വിച്ച് മീൻ 1 crore. സാലറി ഓഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫില്ലേ? ഹൗസ് കീപ്പിംഗ് പറഞ്ഞാൽ എന്താ? ക്ലീൻ ആക്കുക. അത് ഏതിനോട് ഡിപ്പെൻഡൻ്റ് ആവും? റൂം ഡേയ്സ്. റൂമിലാണ്. റൂം ഡേയ്സ് പറഞ്ഞാൽ ആളുള്ള റൂം, അതാ റൂം ഡേയ്സ്. ആളുകൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള റൂം, അതാണ് റൂം ഡേയ്സ്. മനസ്സിലായില്ലേ? ഇല്ല, ഇപ്പം നമ്മൾ യൂണിറ്റ് പറയില്ലടാ. ഒരു ദിവസം എത്ര യൂണിറ്റ് ഉണ്ടാക്കാം? ഒരാൾ വന്നിട്ട് ഒരു ദിവസം റൂമിൽ നിന്നാൽ 1 യൂണിറ്റ് ആയിരിക്കും, അങ്ങനെ വിചാരിച്ചു.
ഒരാൾ വന്ന് ഒരു ദിവസം റൂമിൽ നിന്ന് എത്ര ഒരു യൂണിറ്റായി അത്ര. അങ്ങനെയാണെങ്കിൽ 365 ദിവസം എത്ര യൂണിറ്റ് ഉണ്ടാവും? ഇത് നല്ല എക്സാമ്പിൾ, പക്ഷെ ക്ലാസ്സിൽ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ചെക്കന്മാരൊക്കെ കേടി പറഞ്ഞുതരാം. അപ്പോൾ 50 എത്ര 365 എത്ര 18,250. പിന്നെ ഞാൻ കുറച്ച് മാന്യനായിരുന്നേ, ആ ഒരു പ്രശ്നമാണ്. 50 × 365. എനിക്ക് ക്ലിയർ ആയി ഞാൻ വാട്സപ്പിൽ ചോദിച്ചതാണ്. ഇപ്പൊ ഇവിടുത്തെ ടോട്ടൽ സെയിൽസ് എത്രയാ? ടോട്ടൽ റൂം താരിഫ് കളക്ട് ചെയ്ത് എത്രയാ? 400 ലക്ഷം ഡിവൈഡഡ് ബൈ ഒരു റൂമിന് എത്രയാണ് ചാർജ്? 5000. അപ്പൊ മൊത്തം എത്ര റൂം പോയിട്ടുണ്ടാവും? ഓക്കെ, 8000. അപ്പൊ എനിക്കൂടെ ദയവിച്ച് ചോദിക്കരുത് ഒരിക്കലും ഒരു ക്ലാസ്സിൽ സാർ 50 റൂമല്ലേ, പിന്നെ എങ്ങനെ 8000 റൂം? 8000 റൂമല്ല, 8000 എന്താണ്? റൂം ഡേയ്സ് ആണ്. ഓക്കെ, യെസ്. ഇനി അപ്പൊ അടുത്ത ചോദ്യം, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫില്ലേ, അയാളുടെ സാലറി ഇങ്ങനെ ഒരു മാസം 10,000 രൂപ, അല്ല സോറി 60,000 രൂപ, സോറി തെറ്റിപ്പോയി. അപ്പൊ അടുത്ത ചോദ്യം, എത്ര പേര് വേണം? നിങ്ങളുടെ റൂം ഡേയ്സ് 7,500 താഴെ ആണെങ്കിൽ എത്ര? 10. 7,500യും 9,500ൻ്റെ ഇടയിലാണെങ്കിൽ എത്ര? 15. നമ്മുടെ ഏതാ? 8,000. അത് ഇതിൻ്റെ ഇടയിലല്ലേ? അപ്പം എത്ര വേണം? 15. ഒരാൾക്ക് എത്ര രൂപ കൊടുക്കണം? 60,000. അപ്പം എത്ര വരും? ഇൻറ്റു 12 അടിക്കണ്ടേ? ഒരു വർഷം 1,08,00,000. 108 ലക്ഷം. എല്ലാവർക്കും അങ്ങനെ ലാക്കിൽ പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, വുഡ് ബി നൈസ്. 108 ലക്ഷം ടോട്ടൽ. യെസ്. അടുത്ത് എബോ നോക്കണ്ട. ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഇപ്പോഴുള്ള ഫിനാൻഷ്യൽ ഇയർ ഏതാ? 23-24. അതെ, 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ് സത്യത്തിൽ. ഓക്കെ, കുറച്ച് കോമൺ സെൻസ് അപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പോസിറ്റീവ്. വലിയ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും. ഇനി ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഗംഭീര ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ട് പ്രീവിയസ് ഇയറിൽ. മേ ബി അതാവും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചോദിച്ചതിൽ ഏറ്റവും ഹെവി ആയിട്ടുള്ള സാധനം. പക്ഷെ വളരെ സിമ്പിളാണ്, പക്ഷെ കുറേ പണിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നോക്കൂ. അടുത്ത വർഷത്തേക്ക് ഏതാണ് അടുത്ത വർഷം? 24-25. 24-25 ഇതവിടെ എഴുതരുത്തിട്ട് ആരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവിടെ 24-25 എഴുതരുത് കേട്ടോ. ആരെഴുതിയില്ലല്ലോ? ഓക്കെ, ഗ്രേറ്റ്, ബ്രില്യൻ്റ് ഇൻ ദി ക്ലാസ് റൂം. ഇനി ഓൾ കോസ്റ്റ് ഏതൊഴികെ എക്സെപ്റ്റ് അപ്പോർഷൻ കോസ്റ്റ് ഓഫ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ. ആ എമൗണ്ട് ഇല്ല, ഈ സാധനം 100 ലക്ഷം തരാ. അതൊഴികെ ബാക്കി എല്ലാ കോസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? അത്ര 10% കൂടുന്നുണ്ട്. ഓക്കെ ആണോ? 10 അല്ലേ? ഓൾ കോസ്റ്റ് എക്സെപ്റ്റ് അപ്പോർഷൻ കോസ്റ്റ് ഓഫ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ചാർജ് വിൽ ഗോ അപ്പ് ബൈ 10%. അങ്ങനെ പറഞ്ഞ കൂടുതലേ? പക്ഷെ എന്താ ഇങ്ങനെ അപ്പോർഷൻഡ് കോസ്റ്റ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ അത് എത്രയാവും? 11 ലക്ഷം. എത്രയായിരുന്നു? 100. അപ്പം ഇനി 100 പ്ലസ് 100 കൂടെ എത്രയായി? 111 ലക്ഷവും. മനസ്സിലായില്ലേ? ബൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 11 ലക്ഷം കൂടും. 100 ഉള്ളത് 11 കൂടി എത്രയായി? 111. ഓക്കെ ആണോ? എഴുതി വെക്കുന്നുണ്ടാ? എളുപ്പമാവട്ടെ, എഴുതി വെച്ചാൽ അടുത്തൊക്കെ. There will be a salary hikes house upkeeping staff by എത്രയാണ്? 5%. അപ്പോൾ upkeeping സ്റ്റാഫിൻ്റെ സാലറി 108 അല്ലേ? 108 ലക്ഷം ഇൻറ്റു 105% അല്ലേ? 105% എത്ര വരും? 1,13,000. 113.4 ലാക്ക് പോരെ? അങ്ങനെ പോരെ? 1,13,40,000 നമുക്കിങ്ങനെ ആക്കാം. സെറ്റല്ലേ? റൂം താരിഫ് വിൽ ഇൻക്രീസ് ബൈ 10%. 5,000 ഉള്ളത് എത്രയാവും? ഇൻറ്റു 110%. എത്ര വരും? 5,500. അടുത്തൊരു പോയിന്റ് ഉണ്ട്. റൂം കൂട്ടുന്നുണ്ടോ? ഇല്ല. റൂം കൂടണം എന്നുണ്ടാ? റൂം ഒക്യുപ്പൻസി കൂടാൻ വേണ്ടല്ലോ. റൂം ഒക്യുപ്പൻസി എത്ര വരെ ആവാം നമ്മൾ വെറുതെ കണ്ടെത്തിയിട്ടുണ്ട്? 18,000 സംതിങ് അല്ലേ?
ഇപ്പൊ നിലവിൽ എത്രയുള്ളൂ? 8,000 ഉള്ളൂ. അതിന്റെ മീനിങ് എന്താ? പല റൂമിലും പല ദിവസവും ആളില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ ഇനി എന്ത് ചെയ്യണ്ട? റൂം ഡേയ്സ് കൂടുന്നുണ്ടാ? ഇല്ല. കണ്ട, ഹൗവർ റൂം ഓക്യുപ്പൻസി ഈസ് നോട്ട് ലൈക്കിൾ ടു ഇൻക്രീസ് ഇൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ. അപ്പോൾ 2023, 24, 25 റൂം ഡേയ്സ് എത്രയാണ് ഉള്ളത്? 8,000. ഓക്കെ ആണോ മക്കളെ? റൂം ഡേയ്സിനെ നിങ്ങൾ എന്തായിട്ട് കണ്ടാൽ മതി? നമ്പർ ഓഫ് യൂണിറ്റ് പോലെ കണ്ടാൽ മതി. നമ്പർ ഓഫ് യൂണിറ്റ് പോലെ. ഓക്കെ. ഇനി ഇതാ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു. എന്താ? മാനേജ്മെന്റ് ഓഫ് ഗാർലിക് ഹോട്ടൽ ഈസ് ആക്റ്റീവ്ലി കൺസിഡറിങ് പ്രപ്പോസൽ ടു കവർ ഓൾ ദ സ്റ്റാൻഡേർഡ് റൂം ടു സുപ്പീരിയർ റൂം. ഈ സ്റ്റാൻഡേർഡ് റൂം ഇല്ല അമ്പാണോ, അതൊക്കെ എന്താക്കാനോ ഉദ്ദേശിക്കുന്നത്? സുപ്പീരിയർ റൂമിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലേ? അമ്പതല്ല, അപ്പൊ ഏതാ 50? ഓക്കെ സോറി. അപ്പൊ 40 ഉള്ളത് എന്ത് ആക്കി കൺവേർട്ട് ചെയ്യാൻ പോവാണ്? സുപ്പീരിയർ റൂം. ഇൻ ദ ഇവൻ അങ്ങനെ ആവുമ്പോൾ, ഇൻ ദാറ്റ് ഇവൻ, അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് റൂം ക്യാൻ ബി അവോയ്ഡഡ്. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ എന്ത് ചെയ്യും? ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ലേ? സ്റ്റാൻഡേർഡ് റൂമിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര ഉള്ളത്? മുകളിലുണ്ട്. ഏതാ? 60. അപ്പൊ ഇതൊരു അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് അല്ലേ? ഒന്ന് അവിടെ എഴുതി വെക്കും നിങ്ങൾ. ആ ഫിക്സ്ഡ് കോസ്റ്റിന്റെ അവിടെ ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് അവോയ്ഡബിൾ ഏത്? സ്റ്റാൻഡേർഡ് റൂമിന്റെ 60 ലക്ഷം അല്ലേ? അതിന്റെ അവിടെ എഴുതി വെക്കണേ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്. പുറിയതാ? ഓക്കെ, നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ക്ലിയർ? ഈ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോട്ടെ. സൊല്യൂഷൻ വളരെ ഈസി ആയിട്ടാണ്, നമ്മൾ അത്രയും ഡെപ്തിലാണ് ഡിസ്കസ് ചെയ്തത്. ശ്രദ്ധിച്ചിരിക്കുക. നമ്പർ 1 എന്താ? റിക്വയർഡ് പറഞ്ഞു. ഡിറ്റർമിൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഹോട്ടൽ ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റാൻഡേർഡ് റൂം സെഗ്മെന്റ് ഫോർ ബോത്ത് ദ ഇയർ. സ്റ്റാൻഡേർഡ് റൂമിന്റെ പ്രോഫിറ്റ് കാണാനാണ്. വെരി ഈസി. അതിന് യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഓൾറെഡി എല്ലാം നമ്മൾ ഇതിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോട്ടെ, ഇതേ പോയി ഇതാവുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ വായിക്കാം. യെസ്. അപ്പോൾ അതെ ഹെഡിങ് പറഞ്ഞു. ജസ്റ്റ് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല തോന്നുന്നു. വേണമെങ്കിൽ ഒന്ന് ഇതായിക്കോട്ടെ, വല്ല തെറ്റുണ്ടെങ്കിലോ. ഏത് ഹെഡിങ് വായിക്കാം? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് റൂം സെഗ്മെന്റ് ഫോർ ബോത്ത് ദ ഇയർ. ഇങ്ങനെയല്ലേ പറഞ്ഞ് 23-ലെയും 24-ലെയും പറയുന്നു മക്കളെ. 23 ആയിക്കോട്ടെ 24 ആയിക്കോട്ടെ, നിങ്ങളുടെ റൂം ഡേയ്സ് എത്ര വരിക? 8,000. ഒരാൾ ഒരു ദിവസം റൂമിൽ നിന്നാൽ എത്ര രൂപ ഇവിടെ മേടിക്കുക? എമൗണ്ട് എത്ര മേടിക്കുക? 3,000, പിന്നെ 3,300. വിച്ച് മീൻസ് ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് പ്രൈസ് അല്ലല്ലോ, സോറി, ടോട്ടൽ കോൺട്രിബ്യൂഷൻ എടുത്ത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണ്ടേ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ എങ്ങനെ കാണുക മുത്തുമണികളെ? റൂം ഡേയ്സ് അല്ലേ ഇൻറ്റു ഏതാണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലേ? അപ്പോൾ നമ്മളൊരു വർക്കിംഗ് നോട്ടിലേക്ക് പോകണം. എന്നിട്ട് എന്ത് കാണണം? ആദ്യം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് പറയുമ്പോൾ പെർ റൂം ഡേയ്സ്. ഞാൻ പറഞ്ഞല്ലോ യൂണിറ്റ് ആണ് ഇവിടുത്തേത്, റൂം ഡേയ്സ്. അപ്പോൾ 23, 24 സെല്ലിംഗ് പ്രൈസ് എത്രയാ? 5,000. ഓക്കെ അല്ലേ? സോറി, 5,500. അറിയാലോ, കൂടിയിട്ടുണ്ട് അടുത്ത കൊല്ലം. ഓക്കെ ആണോ? റൂം താരിഫ് തന്നെയാണ് ഇവിടുത്തേത്, റൂം ഡേയ്സ്. റൂം ഡേയ്സ് അല്ല, റൂം താരിഫ് തന്നെ എടുത്ത് ഇവിടുത്തെ സെയിൽസിൽ നിന്ന് എന്ത് ലെസ് ചെയ്യുക? വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുക. വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്നാണ് പറയുന്നത്? 2,000 എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, എങ്ങനെ കിട്ടി 2,000 വേരിയബിൾ കോസ്റ്റ്? പറഞ്ഞു നോക്ക്. വേരിയബിൾ കോസ്റ്റ് 160 ലക്ഷം അല്ലേ? എത്രയിനാണ് 160 ലക്ഷം? അവിടെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഷാക്കീർ, സോറി. ഓക്കെ, 160 ലക്ഷം ഡിവൈഡ് ബൈ എത്രയാ? 8,000. അപ്പോൾ എത്ര വരും ഒരു റൂമിന്? ഓക്കെ, അടുത്ത കൊല്ലാകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ കോസ്റ്റുകളും 10% എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 160ൻ്റെ 10% കൂടി എത്ര ആവും? 176 ആവും. സ്റ്റിൽ ഏത് സെയിം ആയിരിക്കും? റൂം ഡേയ്സ്. അപ്പോൾ എത്രയാവും? 2,200. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ. ഇനി ലെസ് ചെയ്താൽ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ ഈസ് നത്തിങ്. ഏതാ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. 5,000 മൈനസ് 2,000 ഈസ് ഈക്വൽ ടു 3,000. ഒന്ന് പറഞ്ഞൂടെ?
5,500 മൈനസ് 2,200 = 3,300. ശരിയാണോ? ഓക്കെ. അങ്ങനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടിയാൽ നമുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം? ടോട്ടൽ കോൺട്രിബ്യൂഷൻ കണ്ടൂടെ? ഒരു റൂമിൽ നിന്ന് 2023-24 ആണെങ്കിൽ 3,000 റുപ്യ വെച്ച് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ 8,000 റൂമിൽ നിന്ന് എത്ര കിട്ടും? 240 ലക്ഷം. ശരിയോ? നോക്കൂ. ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പെട്ടെന്ന് ചെയ്ത് പോവും. ഞാൻ പറയുമ്പോൾ ഇവിടെ 8,000 × 3,300 264 ലക്ഷം അല്ലേ? യെസ്. പിന്നെ ഇനി ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ചെയ്യണ്ടേ? ഏതൊക്കെയാണ് ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ളത്? ഒരു 60 ഉണ്ട് അല്ലേ? 60 അടുത്ത കൊല്ലാകുമ്പോൾ 66 ലക്ഷം. സംശയണ്ട. എത്ര ശതമാനം കൂടുന്നുണ്ട്? 10%. അപ്പോഴ്സ്മെന്റ് ഓവർഹെഡ് 10% കൂടുന്നില്ല. കാരണം ആ 10% കൂടുന്നതിൽ അതില്ലെന്ന് പറഞ്ഞ അടുത്ത പോയിന്റിൽ എത്ര കൂടുന്നുണ്ടെന്ന് പറഞ്ഞ് 11. അപ്പം എത്രയായി? 111 ലക്ഷമായില്ലേ? ഓക്കെ. അടുത്ത് ഈ സാധനം നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ? 108. ഓർമ്മല്ലേ? 8,000 ഹൗസ് കീപ്പിൻ്റെ 8,000 ഇൻറ്റു എത്രയാ? 15. 8,000 ഉണ്ടല്ലോ. വാട്ട് ദ മാൻ. ഓക്കെ. എത്ര വരിക? 60,000 അല്ലേ? 60,000 ഇൻറ്റു എത്രയാണ്? 15 ഇൻറ്റു എത്രയാ? 12. അപ്പം എത്ര വരും? യെസ്. കാൽക്കുലേഷൻ ഓക്കെ. യെസ്. ഇപ്പുറത്ത് ഈ 108ൻ്റെ നേരെ എത്ര എടുത്താൽ മതി? 5%. ക്വസ്റ്റ്യനിൽ പോയിന്റ് നമ്പർ ഏതായിരുന്നു? പോയിന്റ് നമ്പർ 3. There will be a salary hike of ആരാണ്? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് by 5%. ഓക്കെ. ദെൻ അപ്പോൾ കിട്ടിയില്ലേ? അങ്ങനെ 240 ഫിക്സഡ് കോസ്റ്റ് 3 ലെസ് ചെയ്താൽ എത്ര വരും നോക്കൂ? പ്രോഫിറ്റ് അല്ല, രണ്ടും നഷ്ടമാണ്. ആണോ? കിട്ടത്തില്ലേ? 264 മൈനസ് ഏതാ? -66 111 113.4. കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ ആയില്ലേ? വെരി സിമ്പിൾ അല്ലേ? നത്തിങ് ഗ്രേറ്റ്. ഓക്കെ. ഇൻഫർമേഷൻ കുറച്ച് 15 മാർക്കില്ലേ? അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇതാക്കണ്ടേ. അടുത്ത സാധനം വെരി ഈസി. പക്ഷെ അതിൽ വേറെ ടെക്സ്റ്റിൽ കുറച്ച് അസംഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. കാരണം അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് വരുന്നുണ്ട്? റൂം ഡേയ്സിനനുസരിച്ച് ഏത് കോസ്റ്റ് മാറും? ഈ ചെങ്ങയുടെ കോസ്റ്റ് ഇല്ലേ? ഏത്? ഹൗസ് കീപ്പിംഗ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തുള്ള ഏതാണ്? ഈ റേഞ്ചിൻ്റെ അടുത്ത്. ഓക്കെ അല്ലേ? ടോട്ടൽ ചിലവ് നിങ്ങൾ അതിനെ എടുക്കണം. ബ്രേക്ക് ഇവൻ പോയിന്റ്. ക്വസ്റ്റ്യൻ വായിക്കണം ആദ്യം അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കാം. ആണല്ലേ? ക്വസ്റ്റ്യൻ വായിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ബ്രേക്ക് ഇവൻ റൂം ഒക്യുപ്പൻസി ഫോർ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ. നോട്ട് ദ പോയിന്റ്. നെക്സ്റ്റ് ആണ്, കറണ്ട് അല്ല. നെക്സ്റ്റ് അടുത്ത കൊല്ലത്തെ ഡാറ്റ അനുസരിച്ച് വേണം ചെയ്യാൻ. ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാൻ എന്താ ഇക്വേഷൻ? വെരി സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ. നോക്കി നോക്കൂ നിങ്ങൾ. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ് വരുന്നത്? 66 ലക്ഷം. ഓക്കെ. അടുത്തത് ഏതാ? 66 ലക്ഷം അറിയാലോ? ബേസിക് ഫിക്സ്ഡ് കോസ്റ്റ്. പിന്നത്തെ ഏതാ? അഡ്മിനിസ്ട്രേഷൻ എത്രയാണ്? 114. പിന്നെ മറ്റ് സൂപ്പർവൈസർ എത്രയാണ്? 114.4. സൂപ്പർവൈസർ മാറും എങ്ങനെയാണെങ്കിൽ മാറും. ഓക്കെ. യെസ്. അപ്പോൾ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 3,300 അല്ലേ? ഇതറാ ഇത് സെക്കൻഡ് ഇയറിലെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 3,300 ഓക്കെ. യെസ്. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 8,800 വരും. ഞാൻ ചോദിക്കട്ടെ, ഈ 8,800 ഉള്ള രീതിയിൽ തന്നെയാണോ നമ്മൾ 113.4 സെറ്റ് ചെയ്തുള്ളത്? ആണ്. എന്താ? ഇയാളില്ലേ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അയാളുടെ ശമ്പളം 113.4 ഏത് റേഞ്ചിലാവുക? ഈ റേഞ്ചിലല്ലാവുക അല്ലേ? ഈ റേഞ്ചിൽ തന്നെ അല്ലേ 8,800 ഉള്ളത്? മനസ്സിലായെങ്കിൽ ഓക്കെ. നിങ്ങൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ എന്ത് ചെയ്യണം? വേറെ റേഞ്ച് എടുക്കണ്ടേ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയണേ,
നിങ്ങൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടു എന്ന് വിചാരിക്കാം. അപ്പം കിട്ടിയത് എത്രയാണ്? 10,000 ആണെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങളുടെ ഈ കാൽക്കുലേഷൻ തെറ്റാണ്. കാരണം 10,000 ആകുമ്പോൾ യൂണിറ്റ് ക്വസ്റ്റ്യൻ നോക്ക്, ആ യൂണിറ്റ് റേഞ്ചിലെ 14 ആകുമ്പോൾ ആളുകളുടെ എണ്ണം എത്രയാണ്? കൂടും. എത്ര കൂടും? 20 ആവും. അപ്പോൾ ഒരിക്കലും 113 ഏതല്ല? 4 അല്ല. ഓക്കെ ആണോ? അപ്പോൾ അതങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം നോക്കാൻ. അപ്പോൾ ടെക്സ്റ്റിൽ ചെയ്തുള്ള ആദ്യം ഏതെടുത്ത് നോക്കി? ആദ്യം ഏതെടുത്ത് നോക്കി? ഫസ്റ്റത്തെ ഏതാ? 7,500. ഏതുവരെ? ലെസ് ദാൻ 7,500. അത് നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ത് ചെയ്യില്ല? പറ്റൂല, കറക്റ്റ് കിട്ടൂല. ഓക്കെ, അപ്പോൾ അതൊരു ടിസ്റ്റ് ഉണ്ട്. എന്തായാലും ഇതിപ്പോൾ ചെയ്തു, ഇതിപ്പോൾ ഓക്കെയാണ്, ഇനിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്താ ഇപ്പോൾ 8,800 പ്രത്യേകത? നമുക്കറിയാം 8,000 യൂണിറ്റ് ആണെങ്കിൽ 8,000 ഏത് റൂം ഡേയ്സ് ആണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ 8,800 ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. അതാണ് ആ പോയിന്റ്. ഓക്കെ, എന്തായാലും അവിടെ അവസാനിച്ചു. ദെൻ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാം. എന്താ ലാസ്റ്റ് ഭാഗം? ക്വസ്റ്റ്യനിൽ വൃത്തിയിൽ എന്ത് ചെയ്യുക? വായിക്കാം. ലാസ്റ്റ് ഭാഗം വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ അല്ലേ? ഒരു ബാക്ക്വേർഡ് കാൽക്കുലേഷൻസ് ആണ്. കാരണം ഫസ്റ്റ് രണ്ടും വളരെ ഈസി ഉള്ളതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കണ്ടേ. സജസ്റ്റ് ഇൻക്രീസ് ഇഫ് എനി ഇൻ റൂം താരിഫ്. ചോദിക്കുകയാണ്, ഹലോ താരിഫ് കൂടണോ? എത്ര താരിഫ് ഉള്ളത്? 5,000 അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ജസ്റ്റിഫൈ ദ കണ്ടിന്യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് റൂം സെഗ്മെൻറ്റ് അറ്റ് ദ എക്സിസ്റ്റിംഗ് ഒക്യുപ്പൻസി. നിലവിലുള്ള ഒക്യുപ്പൻസിയിൽ തന്നെ എന്ത് ചെയ്യാണ്? ടു ജസ്റ്റിഫൈ കണ്ടിന്യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് റൂം സെഗ്മെൻ്റ് അല്ലേ? സ്റ്റാൻഡേർഡ് റൂം സെഗ്മെൻ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സിസ്റ്റിംഗ് ഒക്യുപ്പൻസി പറയുമ്പോൾ എത്രയാണ്? 8,000 ഒക്യുപ്പൻസി കിട്ടണമെങ്കിൽ എത്രയാണ് നിങ്ങളുടെ റൂം താരിഫ് എന്ന് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? സാധാരണ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യുന്ന അതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിക്ക് ആയിട്ടുണ്ടാവില്ല, ശ്രദ്ധിക്കാം. ആൻസർ ചെയ്തിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. എവിടെ? ഓക്കെ, എന്തായി പറഞ്ഞു? ക്വസ്റ്റ്യൻ ഒരു ഫിക്സ് ചെയ്യാൻ സെല്ലിംഗ് പ്രൈസ് ടു കണ്ടിന്യൂ സ്റ്റാൻഡേർഡ് റൂം സെഗ്മെന്റ്. അവിടെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, ഈ സ്റ്റാൻഡേർഡ് റൂം സെഗ്മെന്റ് എന്ത് ചെയ്യാൻ പോവാണ്? സുപ്പീരിയർ റൂമിലേക്ക് കൺവേർട്ട് ചെയ്യണതിനെ കുറിച്ചാണ് ചോദിക്കണത്. കാരണം നഷ്ടത്തിലല്ല, അതുകൊണ്ടായിരിക്കും 8,000 വിറ്റിട്ട് നഷ്ടത്തിലല്ലേ, 8,800 ആവണ്ടേ. ഓക്കെ, അറ്റ് എക്സിസ്റ്റിംഗ് റൂം ഒക്യുപ്പൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8,000. അപ്പോൾ സാധാരണ എക്സിസ്റ്റിംഗ് ഒക്യുപ്പൻസിയിൽ എത്തണമെങ്കിൽ എത്രയായിരിക്കണം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര വരും? 8,000. ഇക്വേഷൻ എന്താ? സാധാരണ ഇക്വേഷൻ തന്നെയാണ്. എന്താ ഇക്വേഷൻ പറയും? എക്സിസ്റ്റിംഗ് ഒക്യുപ്പൻസി പ്ലസ് ഏതാ? ഫിക്സ്ഡ് കോസ്റ്റ്. പക്ഷെ ഒരു പോയിന്റ് ഉണ്ട്. ഏത് ഫിക്സ്ഡ് കോസ്റ്റ് എടുത്താൽ മതി? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്. നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്താൽ പോകുന്ന ഫിക്സ്ഡ് കോസ്റ്റ് ഏതാണിത്? 66 ലക്ഷം. ഓർക്കണ്ട? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കും, ഒന്ന് എടുത്ത് വായിക്കും. എടുത്തില്ല നിങ്ങൾ എടുത്താൽ മതി. ഞാൻ പിന്നെ അതിൽ പോയാൽ സമയം എടുക്കും. വായിക്കും. എവിടെ വെച്ചിട്ട്? യു ആർ ഇക്വൽ തൊട്ട് മുകളിൽ വായിക്കും. ദ മാനേജ്മെന്റ് ഓഫ് The management of Garlic Hotel is actively considering the proposal to cover all the standard room to superior. Standard എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്? superior. In that event, fixed cost of standard room can be avoided. അപ്പോൾ ഏതാണ് ആ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് റൂം എന്ന് പറഞ്ഞാൽ? 60. ക്വസ്റ്റ്യനിൽ തന്ന ഫിക്സ്ഡ് കോസ്റ്റ് സ്റ്റാൻഡേർഡ് റൂം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം തന്നല്ലേ? അതാണ് നമ്മുടെ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്. എത്ര വരുന്നത്? 66 ലക്ഷം. പിന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എത്ര ഉണ്ട്? ഈ എമൗണ്ട് ഉണ്ട്. എത്ര നമ്മൾ കണ്ടുള്ളത്? അടുത്ത കൊല്ലത്ത് 113.4 ഫുള്ളായിട്ട് എഴുതി കുഴപ്പമില്ലല്ലോ. ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. നമുക്ക് എന്താ കാണേണ്ടത് ഇവിടെ? ഹെഡിങ് തന്നെ എന്താ? ഒരു സെല്ലിംഗ് പ്രൈസ് കാണണം. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇങ്ങനെ എഴുതട്ടെ. ഈ SP ഇനി സോൾവ് ചെയ്ത് കണ്ടാൽ ആൻസറായി. മൈനസ് ഏതാണ്? അടുത്ത കൊല്ലത്തെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര? 2,200. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. 8,000 ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് എത്ര വരും? 8,000 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. പിന്നെ 8,000 ഇൻറ്റു 2,200 അടിച്ചു നോക്ക്. ഇവിടെ ഞാൻ ഫുള്ളാക്കിയിട്ടില്ല. 8,000 ഇൻറ്റു 2,200 176 ലക്ഷം ആണല്ലേ? അല്ലേ? ഓക്കെ. പിന്നെ അപ്പോൾ
ഇത് രണ്ടും കൂടെ ആഡ് കഴിഞ്ഞ് ബാക്കി 66 ലക്ഷം പ്ലസ് ഇങ്ങനെ ഇരുന്നോട്ടങ്ങൾ 66 ലക്ഷം പ്ലസ് 179,40,000 ആണോ? ഇത് കിട്ടുന്നില്ലേ? ഓക്കെ, യെസ്. പിന്നെ മൈനസ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, പ്ലസ് മൈനസ് ചെയ്ത് ഞാൻ. ഓക്കെ, സോറി. ഇനി ഇതെന്ത് ചെയ്യേണ്ടത്? എടാ 176 എന്താണ്? മൈനസ് അല്ലേ? അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. എന്നിട്ടായതുകൊണ്ട് എന്തിനും അപ്പോൾ എത്ര വരിക? 176 ലക്ഷം പ്ലസ് 179,40,000. അപ്പോൾ 355,40,000. ഓക്കെ അല്ലേ? ഇനി SP സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു SP വെറുതെ സ്റ്റാൻഡേർഡ് പ്രൈസ് പറയും 35,40,000 ഡിവൈഡ് ബൈ ഇവിടെ ഇൻറ്റു അല്ലേ? ഡിവൈഡ് ബൈ എത്രയാണ്? 8,000 ഡിവൈഡ് ബൈ 8,000 4,442.5. ഇപ്പം ശരിക്കുള്ള നിലവിലെ ഫിക്സ്ഡ് കോസ്റ്റില്ലേ അത് കവർ ചെയ്യാൻ ഏത് മതി? ഈ പ്രൈസ് മതി. അപ്പം നിലവിലെ പ്രൈസ് എത്ര? 5,000 അല്ലേ? പ്രൈസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൂട്ടേണ്ട ആവശ്യം ഇല്ല. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു നോട്ടും കൂടെ ഞാൻ തരാം, ചോദിക്കണം. ഓക്കെ, മറക്കരുത്. ഇതിൻ്റെ ഈ ലാസ്റ്റത്തിൻ്റെ ഒരു നോട്ടും കൂടെ തരാം. ഓക്കെ, അപ്പോൾ ചെയ്യില്ലേ? പെട്ടെന്നാണ്. ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാലും മതി. ഓക്കെ, കുറേ ഒന്നുമില്ല, ആകെ ഒരു ലേ 5,000 റുപ്യ നിലവിലുള്ളതല്ലേ? അപ്പം നിലവിലെ പ്രൈസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാൻ എത്ര സെല്ലിംഗ് പ്രൈസ് ആയാലും മതി, 4,442 ആയാലും മതി. പക്ഷെ ഇപ്പം എത്ര ഉണ്ട് നിലവിൽ? എത്ര ഉണ്ട്? 5,000. അപ്പം മോർ ദാൻ എന്താണ്? ഇനഫാണ്. അത്രേ ഉള്ളൂ. എഴുതാം. The minimum price to continue standard room at existing capacity. The minimum price to continue standard room at existing capacity ബ്രാക്കറ്റിൽ എഴുതുക. എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി പറയുമ്പോൾ എത്ര? 8,000 റൂം ഡേയ്സ് ഈസ് 4,442.5. 4,442.5. Our existing tariff is our existing tariff is 5,000. Existing tariff is 5,000. So there is no so it is not required increase in selling. There is not it is not required to increase selling price. It is not required to increase selling price. It is not required to increase selling price. സെല്ലിംഗ് പ്രൈസ് കൂട്ടേണ്ടതില്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇനി കുട്ടികൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേക്കാം. ഏത്? ഇവിടെ എന്തുകൊണ്ട് ഒരാൾ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഏത് കോസ്റ്റ് എടുക്കില്ല? ഒരു 100 ഇല്ലേ? ആ സാധനം നമ്മൾ പറയാം അത് ജനറൽ. ആ കോസ്റ്റ് തന്നെ എന്ത് കോസ്റ്റാണ്? അതിൻ്റെ പേരെന്താ? ഒന്ന് വായിച്ച് നോക്കടേ. എന്താ പറയുന്നത്? അപ്പോർഷണൽ കോസ്റ്റ് ഓഫ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ചാർജ് അല്ലേ? നിങ്ങളെ ഈ സ്റ്റാൻഡേർഡ് റൂം ഇല്ലെങ്കിലും ആ കോസ്റ്റ് നിങ്ങൾക്ക് ഏതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും? മറ്റു റൂമുകളിൽ നിന്ന് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റില്ലേ? അപ്പം നിങ്ങളിത് ക്ലോസ് ചെയ്താലും ഇല്ലെങ്കിലും അതെന്തുണ്ടാവില്ലേ? എടാ ആ കോസ്റ്റ് ഏത് കോസ്റ്റാണ്? അൺഅവോയ്ഡബിളാണ്. ഓക്കെ അല്ലേ? ഇതിപ്പോൾ എന്താ ഈ കോസ്റ്റ് കാണുന്നത് എന്താ? ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് 8,000 യൂണിറ്റ് അല്ലേ? 8,000 നിങ്ങൾ റിക്കവർ ചെയ്യേണ്ട ഫിക്സ്ഡ് കോസ്റ്റ് ഏതാണ്? ഏതില്ല? ആ 117 അത്ര 111 ലക്ഷം അല്ലേ? അതില്ല. അത് എവിടുന്ന് റിക്കവർ ആയിക്കോളും? മറ്റു റൂമുകളിൽ നിന്ന് റിക്കവർ ആയിക്കോളും. ഇതിനായിട്ട് വരുന്ന കോസ്റ്റ് ഏതാണ്?
66 ലക്ഷം ഇതിന്റെ സ്പെസിഫിക് കോസ്റ്റ് അല്ലേ? അത് അവോയ്ഡബിൾ എന്ന് പറയാൻ കാരണം എന്താ? നിങ്ങൾ സ്റ്റാൻഡേർഡ് റൂം ഇല്ല എന്ന് വിചാരിച്ചാൽ, സ്റ്റാൻഡേർഡ് റൂം ഇല്ല, അങ്ങനെയാണെങ്കിൽ ആ കോസ്റ്റ് ഉണ്ടാവോ? ശ്രദ്ധിക്കണം നിങ്ങൾ. സ്റ്റാൻഡേർഡ് റൂം വേണ്ട എന്ന് വെച്ചാൽ ആ കോസ്റ്റ് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് റൂമിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കോസ്റ്റ് അല്ല 66 ലക്ഷം. ക്ലിയർ? അതേപോലെ സ്റ്റാൻഡേർഡ് റൂം ഇല്ലെന്ന് വെച്ചാൽ ഏത് കോസ്റ്റും ഉണ്ടാവില്ല? സ്റ്റാഫിന്റെ സാലറി ഉണ്ടാവില്ല. ബട്ട് വെദർ യു ഡിസൈഡഡ് ടു ക്ലോസ് ദ സ്റ്റാൻഡേർഡ് റൂം ഓർ നോട്ട്, ദർ വിൽ ബി എത്രയാണ്? 111 ലക്ഷം. അപ്പം അത് ഏതാണ്? ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണോ? അൺഅവോയ്ഡബിൾ ആണ്. മറ്റേതാണ്? അവോയ്ഡബിൾ. അപ്പോൾ നമുക്ക് അവോയ്ഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് എടുത്തിട്ടുള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഇവിടുത്തെ ഏത് കോസ്റ്റ് ആണ്? അവോയ്ഡബിൾ കോസ്റ്റ് ആണ്. ആ 66 ലക്ഷം ഏതാണ്? അവോയ്ഡബിൾ ആണ്. 113.4 അത് ഏതാണ്? അവോയ്ഡബിൾ ആണ്. ഓക്കെ, അപ്പൊ അവോയ്ഡബിൾ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. ഈ അവോയ്ഡബിൾ കവർ ചെയ്യാൻ പാകത്തിനാണ് ഇപ്പൊ എത്തുള്ളത് 8000 യൂണിറ്റ് ഉള്ളത്. എത്ര രൂപ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്താൽ? 4442. ഓക്കെ അല്ലെ? അത് ഇനി കൂട്ടേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഓക്കെ, അപ്പൊ മെയിൻ സാധനം ക്വസ്റ്റ്യനിൽ തന്ന ഏതാണ്? ആ പോയിന്റ് ആണ്. ഏത് പോയിന്റ്? 60 ലക്ഷം രൂപ ഇവരുടെ ഫിക്സഡ് കോസ്റ്റ് എന്താണ്? അവോയ്ഡബിൾ ആണ് എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. മറ്റത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേതാണ്? അൺഅവോയ്ഡബിൾ ആണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളിത് ഈ റൂം എന്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ ആ കോസ്റ്റ് അവിടെ ഉണ്ടാവും. പക്ഷെ ഇത് ഇതിന്റെ സ്പെസിഫിക് കോസ്റ്റ് ആണ്. ദാറ്റ്സ് ഓൾ. വൈകല്ലേ? കമ്പനി താഴെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഏത് ഇയറിൻ്റെ? 31 മാർച്ച് 2024. സെല്ലിംഗ് പ്രൈസ് എത്രയാ? 200. റോ മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയുണ്ട്? 100. ദെൻ ഡയറക്റ്റ് ലേബർ പെർ യൂണിറ്റ് എത്രയുണ്ട്? 30. അടുത്ത കാര്യം പറയുന്നത് ഫിക്സഡ് ആൻഡ് വാരിയബിൾ രണ്ടും കൂടെ ഒരുമിച്ചുണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ട്വിസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇന്നലെ അപ്പുറത്ത് മറ്റേ നമ്മുടെ MCQ നമുക്ക് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സാധനം. എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് തോന്നും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാനുള്ള സെഗ്രിഗേഷൻ ഓഫ് ഫിക്സഡ് ആൻഡ് വാരിയബിൾ എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ കുട്ടികൾ വിചാരിക്കും ചേഞ്ച് ഇൻ ഏതാണ്? ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ യൂണിറ്റ് എന്നുള്ള ഇക്വേഷനിലെ അത് ഉപയോഗിച്ച് വാരിയബിൾ കോസ്റ്റ് കണ്ടിട്ട് ടോട്ടൽ കോസ്റ്റ് വാരിയബിൾ കോസ്റ്റ് കുറച്ചിട്ട് ഫിക്സഡ് കോസ്റ്റ് കണ്ടെത്താം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യില്ല, പറ്റില്ല. ആ ക്വസ്റ്റ്യൻ MCQ ഉണ്ടായിരുന്നു. ഏതോ ഇന്നലെ ആരും ചോദിച്ചാണ്. എന്താ വെച്ചാൽ 3 മാസത്തിൽ മറ്റേ എത്രയാണ്? 9 മാസത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? രണ്ടുപേരെ പീരീഡിലാവണം, അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്, നമുക്ക് ഹാൻഡിൽ ചെയ്യാം. സിമ്പിൾ ആവുന്നില്ല. അടുത്തേതാണ്? ഇനി 2014 കഴിഞ്ഞുള്ളൂ. അടുത്തേതാണ്? 15 അവർ വിൽക്കുന്ന യൂണിറ്റ് എത്ര എന്നാ പറയുന്നത്? 2000. പിന്നെ ഇൻ സാരിക ലിമിറ്റഡ് സോൾഡ് എന്നാണ് അല്ലേ? മോൾഡ് തന്നത് ഇയർ എൻഡിൽ തന്നു, 24 ഇയർ എൻഡിൽ തന്നു. പിന്നെ 24-25 സോൾഡ് തന്നു. ഇനി 2025-26 സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് വിൽ ബി റിമെയിൻ ഏതായിരിക്കും? സെയിം. അപ്പോൾ അന്നത്തെ പ്രൈസ് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പക്ഷെ ഡയറക്റ്റ് വേജിൻ്റെ റേറ്റ് എത്ര ശതമാനം കൂടും? 20% കൂടും. കുഴപ്പമില്ല. പിന്നെ ഫിക്സ്ഡ് കോസ്റ്റ് വിൽ ബി ഡിക്രീസ്ഡ് ബൈ എത്രയാവും? 6000 രൂപ കുറയും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അവിടെയാണ് പ്രശ്നം. ഫിക്സ്ഡ് കോസ്റ്റ് എത്ര? 1,00,000 ആണോ? അല്ല, അതിൽ ഫിക്സ്ഡ് ഉണ്ട്, ഏതുകൊണ്ട് വാരിയബിൾ ഉണ്ട്. കുഴപ്പമില്ല. പിന്നെ അടുത്തേതാ? ഇഫ് 3000 യൂണിറ്റ് സോൾഡ് ഇൻ 25-26 അപ്പോൾ അടുത്ത ചോദ്യം കേട്ടോ. 25-26 24-25 എത്ര യൂണിറ്റ് വിറ്റത്? 2000 അല്ലേ? 3000 യൂണിറ്റ് വിൽക്കുകയാണെങ്കിൽ ടോട്ടൽ വാരിയബിൾ ഫിക്സ്ഡ് ഓവർ ഹെഡ് വിൽ ബി എത്രയായിരിക്കും? 1,14,000 ആയിരിക്കും. ഇത്രയാണ് തന്നുള്ളത്. ആദ്യത്തെ വളരെ ഈസി ആയിട്ടുള്ളൊരു സാധനമാണ്, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും. എന്താ? പ്രോഫിറ്റ് കാണാനാണ് പറയുന്നത്. 24-25 ഈ മാറ്റങ്ങൾ വരുന്നത് എപ്പോഴാണ്? 25-26. അപ്പോൾ ആദ്യം നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? വാരിയബിളും ഫിക്സഡും ഡയറക്റ്റിന് ലെസ് ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പോൾ ആദ്യത്തെ ഒന്ന് ചെയ്ത് നോക്കാം.
ഫസ്റ്റ് ഭാഗം ഇവിടെ തന്നെ ഞാൻ ചെയ്യട്ടെ ഒന്ന് റെസ്പോൺസ് ഉണ്ടായിക്കൂടെ? ഓക്കെ, ഗ്രേറ്റ്, ബ്രില്യൻ്റ് ഇൻ ദി ക്ലാസ് റൂം. ഓക്കെ, പറ സെയിൽസ് എത്ര വരും? പ്രോഫിറ്റ് കാണാമല്ലോ പറഞ്ഞ്. സെയിൽസ് എത്ര വരും? 200 യൂണിറ്റ്. സെല്ലിംഗ് പ്രൈസ് അറിയോ? പറഞ്ഞിട്ടുണ്ട്. എന്താ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിമെയിൻ ഏതാണ്? സെയിം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മുകളിൽ 200 തന്നിട്ടുണ്ടല്ലോ, അടുത്തേലും 200 തന്നെ ആയിരിക്കും. ഇൻറ്റു എത്ര വരാം? 200. അപ്പോൾ എത്ര വരും ടോട്ടല്? 4 lakh അല്ലേ? ഓക്കെ. മൈനസ് അടുത്ത് വാരിയബിൾ കോസ്റ്റുകൾ അല്ലേ? ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ലെസ് ചെയ്യാം. റോ മെറ്റീരിയൽ എത്രയാണ് വരുന്നത്? ഏത് 2000? ഓക്കെ. ശരി, അപ്പോഴുള്ള കറക്റ്റ് 4 ലക്ഷം ആവുള്ളൂ. 2000 യൂണിറ്റ് ഇൻറ്റു 200. അടുത്ത എത്രയാ? 2000 യൂണിറ്റ് ഇൻറ്റു എത്രയടാ? 100 അല്ലേ? അല്ലടാ. ഓക്കെ, അപ്പോൾ എത്ര വരും? 2 ലക്ഷം വരും. സിമ്പിൾ, വളരെ സിമ്പിൾ സാധനം. അടുത്തേതാ? ഡയറക്റ്റ് ലേബർ എത്ര വരും? 30. 2000 ഇൻറ്റു എത്രയാണ്? 30. സാറ് കൂടിയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. കൂടിയത് ഏതാ? 25, 26. ഇവിടെ ഇല്ല. യെസ്. അപ്പോൾ എത്ര വരും ഇവിടെ? എത്ര? 60,000. പിന്നെ ഏതാണ്? ഫിക്സഡ് ആൻഡ് വാരിയബിളും രണ്ടും കൂടെ. വാരിയബിൾ ആൻഡ് ഏതാണ്? ഫിക്സഡ്. എത്ര എമൗണ്ട് വരുന്നു? 1 lakh. ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തൂടെ? എത്ര വരും ടോട്ടല്? 40,000. ക്വസ്റ്റ്യനിലെ ചോദ്യത്തിന് ആൻസർ ആയാ? അതാ പ്രശ്നം, നമ്മൾ നോക്കൂല. എന്താ പറഞ്ഞ്? പെർ യൂണിറ്റാ പറഞ്ഞല്ലോ. അപ്പം എന്ത് വേണം? 40,000 ഡിവൈഡഡ് ബൈ എത്ര അടിക്കണം? 2,000. എത്ര വരും? 20 അല്ലേ? ₹20 പെർ യൂണിറ്റ്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ₹20 പെർ യൂണിറ്റ്. ഇങ്ങനത്തെ മെയിൻ സാധനങ്ങളൊക്കെ ഇല്ലേ? 20 ആണ് പ്രോഫിറ്റ് ടോട്ടൽ. അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ എനിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസറിന് എത്രയും നിന്നോട് ചോദിക്കണ്ടല്ലോ. ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. പറയാം, ആ പറച്ചിൽ എന്ത് ചെയ്യാം? ഒന്ന് കുറയ്ക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഏതാ പറയുന്നത്? ഡിറ്റർമിൻ ദ യൂണിറ്റ് ടു ബി സോൾഡ് ഇൻ 25, 26 ഇൻ ഓർഡർ ടു ഏൺ ദ സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് പെർ യൂണിറ്റ്. എത്ര? 24, 25. അപ്പം നമുക്ക് എന്തറിയാം? 24, 25 പ്രോഫിറ്റ് അല്ലേ ഇപ്പം നമ്മൾ കണ്ടെത്തിയത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതാക്കാം അല്ലേ? യെസ്. എങ്ങനെ കാണാം? നോട്ടില്ല. നിങ്ങൾ ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ വായിച്ചു തരും. എനിക്ക് വായിച്ചു തരണ്ട, നിങ്ങളൊന്ന് വായിച്ചാൽ മതി. തരണമെന്നില്ല, ഒന്നുകൂടെ ഒബ്സർവ് ചെയ്ത് വായിക്കും പെട്ടെന്ന്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ മതിയായിരുന്നു. ഓക്കെ അല്ലേ? വായിച്ചില്ലേ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞുള്ളത്? ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡിറ്റർമിൻ ദ യൂണിറ്റ് ടു ബി സോൾഡ് ആണ് ഇൻ ഓർഡർ ടു ഏൺ ദ സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് പെർ യൂണിറ്റ്. അണ്ടർലൈൻ ദ വേർഡ് പെർ യൂണിറ്റ്. ഓക്കെ, അത് ഡിസൈഡ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയുന്നതല്ലേ മക്കളെ? അതാ ഉദ്ദേശിച്ചത്. എന്ത് കാണാനാണ്? ഡിസൈഡ് പ്രോഫിറ്റ്. അതിൽ നിന്ന് തുടങ്ങണം. ഈസ് ഈക്വൽ ടു പറയും ഫിക്സഡ് കോസ്റ്റ് പ്ലസ് നിങ്ങൾ
ഡിസൈഡ് പ്രോഫിറ്റ് എത്രയാ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അങ്ങനെ പോവാം. അപ്പം അടുത്ത ചോദ്യം, ഫിക്സഡ് കോസ്റ്റ് എത്രയാ? അതാണ് ഇവിടുത്തെ വർക്കിംഗ് നോട്ട് നമ്പർ ഏത് 1. വർക്കിംഗ് നോട്ട് നമ്പർ 1 ഏത് കാണാനുള്ളതാണ്? നമുക്ക് വേറെ ചെയ്യാം, ഇതിൽ ചെയ്യണം. വർക്കിംഗ് നോട്ട് നമ്പർ 1. ഓക്കെ. ഡിസൈഡ് പ്രോഫിറ്റോ? അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നുകൂടെ മാറ്റാണ്. ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഏതാ ഡിസൈഡ് പ്രോഫിറ്റ് പറയുമ്പോൾ ഒരു യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് നമുക്കറിയാം, പക്ഷെ എത്ര യൂണിറ്റാണെന്ന് അറിയില്ല. ഈ ഡിസൈഡ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടുക? ഒരു 100 യൂണിറ്റ് വിറ്റിട്ട് ഒരു യൂണിറ്റിന് എത്ര രൂപ പ്രോഫിറ്റ് വേണം നമുക്കറിയാം? 20 രൂപ. നമ്മൾ കണ്ടെത്തിയില്ല, സോറി, ഇവിടെ 20 രൂപ കണ്ടെത്തിയില്ല. ഓക്കെ ആണോ? അപ്പം നമ്മൾ ഇതെന്തായിട്ട് അസ്യൂം ചെയ്യാം? യൂണിറ്റ് ഈസ് ഈക്വൽ ടു ഏതാണ്? എക്സ്. അപ്പം എങ്ങനെ പറയാം? ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇക്വേഷനാക്കി എഴുതാം. ഇൻറ്റു ഏതാണ്? എക്സ് ഡിവൈഡഡ് ബൈ ഏതാണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഈസ് ഈക്വൽ ടു ഒന്നുകൂടെ സെറ്റാക്കി എഴുതിയാൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഏതാണ്? 20 ഇൻറ്റു ഏതാണ്? എക്സ്. 20 എക്സ് ഡിവൈഡഡ് ബൈ ഏതാണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് 2 സാധനങ്ങൾ കാണണം. ഒന്ന് ഏതാ? ഫിക്സ്ഡ് കോസ്റ്റും പിന്നെ ഏതാ? കോൺട്രിബ്യൂഷനും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഡിസൈഡ് പ്രോഫിറ്റ് അറിയാലോ, 20 പെർ യൂണിറ്റ് അറിയാം. നിങ്ങൾ എഴുതില്ലല്ലോ അല്ലേ? നമുക്ക് മുന്നോട്ട് പോവാം. എന്ത് കാണാം ഇനി? ഫിക്സ്ഡ് കോസ്റ്റ് കാണാം. ഓക്കെ. അതിന് തന്ന ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ത് കാൽക്കുലേറ്റ് ചെയ്യാണ്? ഫിക്സ്ഡ് കോസ്റ്റ്. എന്തൊക്കെ ഇൻഫർമേഷനാണ് ഫിക്സ്ഡ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ? നമുക്കൊരു കാര്യം അറിയാം. 2024-25 അങ്ങനെ എഴുതാണ് ഞാൻ. എത്ര യൂണിറ്റാണ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്ത് വിറ്റത്? 2000. അപ്പോൾ നമുക്ക് വന്ന വാരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് അറിയാം. എത്രയാണ്? 1,00,000 അറിയാം അല്ലേ? ഓക്കെ. ഇനി അടുത്ത് ഏതാണുള്ളത്? 25, 26. അതിന് എത്ര യൂണിറ്റ് നമ്മൾ വിൽക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ 3000 എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിൻ്റെ എന്ത് കിട്ടണം? ഫിക്സ്ഡും വാരിയബിളും ടോട്ടൽ അറിയോ? 1,14,000. പിന്നെന്താന്നുള്ളത്? 1,14,000 എന്താ? Variable fixed overhead will be 1,14,000 total. Okay. Yes. ഇനി നമുക്കറിയാം പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ സെറ്റ് ചെയ്യാറുണ്ട്. അഥവാ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. എന്താ കാണാറുള്ളത്? ഇപ്പം ഞാൻ ഇവിടെ ഒരു 1 മിനിറ്റ് ഇടാം, ഒന്ന് ഹോൾഡ് ചെയ്യണം. ഒരു 1,20,000 ഇടാണ്. വിൽ ഡിസ്കസ് ലേറ്റർ. ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് പെർ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? വാരിയബിൾ കോസ്റ്റ് പ്രോഫിറ്റ് അല്ല, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ചേഞ്ച് ഇൻ. ഇത് ടോട്ടൽ കോസ്റ്റ് അല്ലേ? ചേഞ്ച് ഇൻ ഏതാ? ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഏതാണ്? ചേഞ്ച് ഇൻ യൂണിറ്റ്സ്. അപ്പോൾ എത്ര വരും? 1,20,000 മൈനസ് എത്രയാണ്? 1,00,000 ഡിവൈഡഡ് ബൈ എത്രയാണ്? 3000 മൈനസ് എത്രയാണ്? 2000. ഓക്കെ. അപ്പോൾ എത്ര വരും? 20,000 ഡിവൈഡഡ് ബൈ എത്രയാണ്? 1000. എത്ര വരും? 20. ഓക്കെ അല്ലേ? 20 ഏതാ? വാരിയബിൾ കോസ്റ്റ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഈ കൊല്ലത്തെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നറിയാം? 1,00,000 ആണെന്നറിയാം. മൈനസ് ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യാം? വാരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എത്ര? 2000 ഇൻറ്റു എത്രയാണ്? 20. അപ്പോൾ എത്ര വരും? 40,000. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫിക്സ്ഡ് കോസ്റ്റ് ഏതായിരിക്കും? 60,000 ആയിരിക്കും. കൊണ്ട് ഇങ്ങനത്തെ ഈ വർക്കിങ്സൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരും എന്നുള്ളതൊരു പ്രശ്നമാവും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിക്കൂടെ? മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ ഇത് വൃത്തിയിലെടുത്ത് എഴുതി വെക്കണം. ഓക്കെ അല്ലേ? ഇത് വേണ്ട, ഇതൊരു വർക്കിംഗ് നോട്ടല്ലേ, അതുണ്ടായിക്കോട്ടെ. മെയിൻ സാധനം വേണ്ട. മനസ്സിലായോ? അത് നിങ്ങൾ ഇനി ചെയ്യുമ്പോഴേ ഞാനിത് കറക്റ്റ് ഓർഡർ അല്ലല്ലോ, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ഇവിടെ അല്ലേ. ഓക്കെ. അപ്പം നിങ്ങളിത് എൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചോ പറയാം.
ചില വർക്കിംഗ് നോട്ടൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എഴുതി വെക്കുക. എന്താ ഹെഡിങ്? വർക്കിംഗ് നോട്ട് നമ്പർ 1 സെഗ്രിഗേഷൻ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ഏതാണ്? വേരിയബിൾ കോസ്റ്റ്. സെഗ്രിഗേഷൻ ഓഫ് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. എഴുതുന്നേ $60,000 കിട്ടിയില്ല. നോട്ട് ചെയ്താ? ഓക്കെ, ഇത് പോട്ടെ. യെസ്, ഇനി ക്വസ്റ്റ്യനിലൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അടുത്ത കൊല്ലം ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്യാം. നമുക്ക് 24-25 ഏത് കിട്ടി? വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് മാർജിനിൽ പഠിക്കുമ്പോൾ, ഫിക്സ്ഡ് കോസ്റ്റിനെ നമ്മൾ എങ്ങനെ നോക്കി കാണണം? ടോട്ടൽ പെർസ്പെക്റ്റീവിൽ നോക്കി കാണാം. വാരിയബിൾ കോസ്റ്റിനെ എങ്ങനെ കാണണം? പെർ യൂണിറ്റ്. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടിയിട്ടുണ്ട് 2025, 24-25, അതുപോലെ തന്നെ 25-26 എത്രയാണ്? 20-20 ദിസ് വൺ. ഓക്കെ അല്ലേ? ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെയാണ്? 60,000. അപ്പുറത്ത് 60,000 ആണോ? എന്തെങ്കിലും ഹിന്റ് പറഞ്ഞില്ല. എത്ര കുറയുന്നുണ്ട്? 6,000 കുറയുന്നുണ്ട്. അപ്പോൾ 6,000 കുറഞ്ഞിട്ട് എത്ര വരാം? 54,000. നോട്ട് ചെയ്തോ? 60,000. ഓക്കെ, അപ്പൊ ഇക്വേഷനിൽ എഴുതാനുള്ള ഫിക്സ്ഡ് കോസ്റ്റ് ആയി എത്ര വരും? 54,000. ഞാൻ മുകളിൽ എഴുതട്ടെ, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതുന്നു? ഇനിയുള്ളത് നിങ്ങൾ എഴുതണമെന്നില്ല. നമ്മുടെ മെയിൻ ഇക്വേഷനാണ്. ഏതാ? പറയൂ. ഡിസൈഡ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ എന്താ? 20 ഇൻറ്റു ഏതാണ്? എക്സ് ഡിവൈഡഡ് ബൈ ഏതാണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതിന് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടി. എത്രയാ? 54,000 പ്ലസ് ഏതാണ്? 20x ഡിവൈഡഡ് ബൈ, ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2. കണ്ടെത്തിക്കോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഞാൻ കുറച്ച് സമയം തരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണാം. എന്നത്തെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണം? 25-26 പറ്റും. യു ക്യാൻ. നിങ്ങളിവിടെ നോക്കണമെന്നില്ല, സെലിബ്രേസ് മാറൂല. മെറ്റീരിയലിൽ മാറ്റം ചിലോ ഇല്ല. ഉണ്ടോ?
ഇല്ല, മാറില്ല. ലേബർ മാറുന്നുണ്ട്. ലേബർ എത്ര ആവുന്നുണ്ട്? 30 റുപ്യായിരുന്നു മുന്നുണ്ടായിരുന്നു. അതിൻ്റെ എത്ര ശതമാനം കൂടുന്നു? ഇൻറ്റു 120% കണ്ട 36 വരും. അതുപോലെ വാരിയബിൾ ഓവർ ഹെഡ് മാറുന്നുണ്ടോ പെർ യൂണിറ്റ്? ഇല്ല. എത്രയാ? 20. അപ്പോൾ എത്ര കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 44. ഓക്കെ അല്ലേ? ഇത് സോൾവ് ചെയ്തൂടെ? ഓക്കെ, ഇവിടെ നോക്ക്. എക്സ്ക്യൂസ് മീ, ഈ ഡിസൈഡ് പ്രോഫിറ്റ് ടോട്ടൽ എങ്ങനെ കിട്ടുക? ടോട്ടൽ ഡിസൈഡ് പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും? എക്സ്, ഇതും എക്സ് തന്നെ അല്ലേ? ഓക്കെ, ഇനി ഒന്ന് സോൾവ് ചെയ്തത് വർക്കിംഗ്. 44x അല്ലേ ഇസ് ഈക്വൽ ടു 54,000 പ്ലസ് എത്രയാണ്? 20x. 44 മൈനസ് 20 അപ്പോൾ 24x ഇസ് ഈക്വൽ ടു 54,000. എക്സ് ഇസ് ഈക്വൽ ടു 54,000 ഡിവൈഡഡ് ബൈ എത്രയാണ്? 24. 22,50. നോട്ട്ബുക്കിൽ നോട്ട് ചെയ്താലും മതി. ശരിയാണ്, ഇനി കുറേ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കേട്ടിട്ടും ഇതാക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലം ചെയ്തിട്ട് ചെയ്യട്ടോ. അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് കിട്ടും. മനസ്സിലായില്ലേ? അതാണ് മെയിൻ. ഓക്കെ, ഇതിൽ ഈ ഒരു സാധനം ഇവിടെ ടിസ്റ്റ് കിടക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾ ചെയ്യും, ലാസ്റ്റ് പറയാം. കണ്ടെത്തുന്നവരുണ്ടെങ്കിൽ ഗെറ്റ്. ഓക്കെ, 1,20,000 കിട്ടിയത് 25-26. ദേ 22,50 ആൻസറായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കൂ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പറയൂ. ഡിറ്റർമൈൻ ദ യൂണിറ്റ് ടു ബി സോൾഡ് ഇൻ 25-26 ഇൻ ഓർഡർ ടു ഏൺ ദ സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻ 24-25. അപ്പോൾ 24-25 നിങ്ങൾ എത്ര യൂണിറ്റ് വിൽക്കണം? 2,250 യൂണിറ്റ് വിറ്റാൽ നിങ്ങൾക്ക് തൊട്ട് മുൻപത്തെ വർഷത്തെ ഒരു യൂണിറ്റിന് കിട്ടിയ സെയിം പ്രോഫിറ്റ് തന്നെ കിട്ടും. അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക് കിട്ടുമെന്നുള്ളത്. എങ്ങനെ കിട്ടുക? കോൺട്രിബ്യൂഷൻ 44 തന്നില്ലേ, ഇൻറ്റു എത്ര അടിക്കാം? 2,250 അടിക്കാം. അപ്പോൾ എത്ര വരും? 99,000 മൈനസ്. ഇപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടി. മൈനസ് ഏതാ? ഫിക്സ്ഡ് കോസ്റ്റ് എത്ര പറഞ്ഞു? 54,000 ഡിവൈഡ് ബൈ 54,000. അപ്പോൾ എത്ര കിട്ടും? 99,000 മൈനസ് 54,000 ഈസ് ഈക്വൽ ടു 45,000. ഇതാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. എത്ര യൂണിറ്റ് വിറ്റിട്ടാണ് നിങ്ങൾക്ക് 45,000 കിട്ടുക? ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടണം? 20 കിട്ടണം. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഇതിൽ ചെയ്യേണ്ട എന്താ? സമ്മപ്പ് ചെയ്യണം. ഒന്നുകൂടെ ഇതാണ് ഇക്വേഷൻ. ഏതാ പറഞ്ഞേ? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. എക്സ് കൊടുത്ത് നമുക്കറിയില്ല, പിന്നെ ഫിക്സ്ഡ് കോസ്റ്റ് അറിയില്ല, 20 അറിയാം, പിന്നെന്താ അറിയില്ല? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അറിയില്ല. അപ്പോൾ ഒരു വർക്കിനോട് കൊടുത്ത് ഏത് കണ്ടെത്തി? ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്തി. മറ്റൊരു വർക്കിനോട് ഏത് കണ്ടെത്തി? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടെത്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നമ്പർ ഫൈനൽ ആൻസർ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചില്ലേ? 2,250. ഓക്കെ, അടുത്തത് നോക്കലേ. 4ന്റെ ബി. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സത്യം പറയട്ടെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ.
വേഗം. അടുത്തേതാ? അഞ്ചാമത്തെ ക്വസ്റ്റ്യനും സിമ്പിളാണ്. അപ്പുറത്തേതാ? സ്റ്റാൻഡേർഡും ഏതാണ്? സിമ്പിളാണ്. ഒക്കെ സിമ്പിൾ. ഇനിയുള്ളതൊക്കെ എന്താണ്? അയ്യോ 6D ഒക്കെ വെരി വെരി സിമ്പിൾ. ഓ വാട്ട് എ ക്വസ്റ്റ്യൻ. 7A പറയണ്ട. EVയുടെ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. B ഉണ്ടല്ലോ, ലേണിംഗ് കർവ് വെരി സിമ്പിൾ. സ്പീഡാക്കാം പെട്ടെന്നോട്ടെ. 5 അല്ല സോറി 4D വായിച്ചോളൂ. 1 3D. ഒരു കമ്പനി നിലവിൽ 2 പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? XBയും പിന്നെ ഏതാണ്? YB. ഡ്യൂ ടു ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളത്ര, സിവിയർ കോമ്പറ്റീഷൻ, ഇറ്റ് ഹാസ് ടു റിഡ്യൂസ് ദ പ്രൈസ് ഓഫ് നെക്സ്റ്റ് പ്രൊഡക്ഷൻ പീരീഡിൽ പ്രൈസ് കുറയ്ക്കണം അവർക്ക്. അപ്പോൾ താഴെ പറയുന്ന ഫോളോ ഇൻഫർമേഷൻ ഉണ്ട്. ഒന്ന് എന്ത് ചെയ്യാം? കറണ്ട് XYയുടെയും YBയുടെയും എന്താണ് സെല്ലിംഗ് പ്രൈസ് 10,000 ഉള്ളത് ഒരെണ്ണത്തിന്, മറ്റേ എത്ര ഉള്ളത്? 12,000. PV റേഷ്യോ എത്ര ഉണ്ട്? 25% ഉണ്ട്. മറ്റേ എത്രയാണ്? 30%. പ്രൊഡക്റ്റ് സ്പെസിഫിക് ഫിക്സ്ഡ് കോസ്റ്റ് 10 ലക്ഷം, മറ്റേ എത്രയാണ്? 15 ലക്ഷം. നെക്സ്റ്റ് പീരീഡിലെ സെല്ലിംഗ് പ്രൈസ് 10,000 ഉള്ളത് ഇവർ എത്ര ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്? 8,000. 12,000 ഉള്ള YBയുടെ ഇപ്പം നിലവിലുള്ളത് അടുത്ത കൊല്ലം എത്ര ആക്കാനാണ്? 9,000. ചോദ്യം പിന്നെ പറഞ്ഞു ഫോർ ദ നെക്സ്റ്റ് പീരീഡ് ദ കമ്പനി വാണ്ട് ടു കറണ്ട് PV റേഷ്യോ ടു ബി മെയിൻറ്റെയിൻ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം, അവിടെ ഇത് മെയിൻ ട്വിസ്റ്റ് പോയിന്റ് ഇടാം. കറണ്ട് PV റേഷ്യോ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ PV റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം പറയുമ്പോൾ സെയിൽസ് എത്രയാ? എത്ര എമൗണ്ട് അറിയില്ല, മൈനസ് ഏതാ? വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ കിട്ടുന്നതാണ് ഇത് കോൺട്രിബ്യൂഷൻ. ഓക്കെ, അത് നോട്ട് ചെയ്തോട്ടാ, മൈൻഡിലുണ്ടാവട്ടെ. കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ടു അച്ചീവ് എ ബ്രേക്ക് ഈവൻ ഓഫ് ബോത്ത് ദ പ്രൊഡക്റ്റ് അറ്റ് എത്രയാവണം? 400. അപ്പോൾ ഇവർ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? ബ്രേക്ക് ഈവൻ പോയിന്റ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഏത് സെയിം ആവണം എന്നാണ് അവർ പറയുന്നത്? കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യണം? PV റേഷ്യോ കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. PV റേഷ്യോ എത്രയാണോ? സെയിം ആവണം. ബ്രേക്ക് ഈവൻ ബോത്ത് ദ പ്രൊഡക്റ്റ് അറ്റ് എത്ര ആയിരിക്കണം? 400. അപ്പോൾ ഞാൻ ഒരു ഇക്വേഷൻ പറയട്ടെ. ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്നാണ് ഇതിൻ്റെ തുടക്കം. എന്താ? ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അവിടെയാണ് നമ്മുടെ മെയിൻ കളി. ഓക്കെ, പിന്നെ അടുത്ത മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് സ്റ്റാർ ഇട്ട് വെക്കുന്നത് എന്താ? ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ഫോർ XB ആൻഡ് YB ടു ബി ബ്രേക്ക് ഈവൻ ആസ് വെൽ ആസ് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് XB ആൻഡ് YB ടു ബി സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ ആർ സെയിം. ബ്രേക്ക് ഈവൻ ആവാനുള്ള യൂണിറ്റും പിന്നെ ഏതാണ്? ടോട്ടൽ നമ്പറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒന്നുകൂടെ വായിക്കുകയാണ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ഫോർ X ആൻഡ് YB ടു ബ്രേക്ക് ഈവൻ. ബ്രേക്ക് ഈവൻ ആവാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ യൂണിറ്റ് ഇല്ലേ, അതും ആസ് വെൽ ആസ് അതന്നെ ആയിരിക്കും എന്ത്? ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് XB ആൻഡ് YB ടു ബി സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ ആർ സെയിം. എന്നിട്ട് ചോദ്യം എന്താ? Analyze the cost reduction program to be envisaged, that is the reduction of fixed expense product wise. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. PV റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം പിന്നെ എവിടെയാ കുറയ്ക്കേണ്ടത്? ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ അല്ലേ? PV റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോൾ എവിടെയാ കുറയ്ക്കേണ്ടത്? ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 2 പ്രൊഡക്റ്റ് ഉണ്ട്, രണ്ടും ഒരുമിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഏതായിരുന്നു?
4B. അപ്പുറത്ത് ഏത് എഴുതാം? ഒന്ന് ഏതായിരുന്നു? YB അല്ല, സോറി, XB. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ ഭാരം കുറയും. YB, XBയും പിന്നെ ഏതാ? YB. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ബിയുടെ ഇക്വേഷൻ എഴുതാതെ ബ്രേക്ക് ഇവൺ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഏതാണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പുറത്തും അത് തന്നെയാണ്. ബ്രേക്ക് ഇവൺ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. എന്നിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ഇവൺ പോയിന്റ് ഏതാവണമെന്ന് അവർ പറയുന്നുണ്ട്. 400 യൂണിറ്റ് ആവണം. ഓക്കെ. ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് എന്താ ചോദിച്ചുള്ളത്? റിഡക്ഷൻ ഇൻ ഏതാണ്? ഫിക്സഡ് എക്സ്പെൻസ് പ്രൊഡക്റ്റ് വൈസ്. അത് എത്ര വേണം എന്നാണ് അവരുടെ ചോദ്യം. എക്സിസ്റ്റിംഗ് എത്ര ഉണ്ടെന്ന് അറിയാം? 10 ലക്ഷം. അത് ഇവിടെ എടുക്കരുത്. ഹലോ, ഇവിടുത്തെ മെയിൻ കളി ഏതിൻ്റെ മുകളിലാണ്? ഫിക്സഡ് കോസ്റ്റിൻ്റെ മുകളിലാണ്. ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അത് എത്ര കുറവ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് കണ്ടെത്തണം? ഫിക്സഡ് കോസ്റ്റ് കണ്ടെത്തണം. എന്നിട്ട് ഓൾറെഡി ഉള്ള ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 10 ലക്ഷം. അതായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറയണം ഇത്ര എമൗണ്ട് ഓഫ് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ശ്രദ്ധിച്ചോ? ഒന്ന് ശ്രദ്ധിച്ചോ? ഇപ്പം ശരിയാക്കി തരാം. ഒന്ന് ശ്രദ്ധിക്കോ? ഓക്കെ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്ര അറിയില്ല, അതാണ് കണ്ടെത്തേണ്ടത്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണം. ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? എടാ, ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? എന്താ? സെല്ലിംഗ് പ്രൈസ് 10,000 അല്ലേ? അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര വരും മക്കളെ? 10,000 ഇൻറ്റു PV റേഷ്യോ ഉണ്ടാ പോലെ 25% 10,000 കണ്ടാ പോലെ. 10,000-ന്റെ എത്ര ശതമാനം? 25%. എത്ര വരും? 2,500. ഓക്കെ. അപ്പം അടുത്ത ചോദ്യം, ഈ 10,000 എന്താ? സെല്ലിംഗ് പ്രൈസ് അല്ലേ? ഈ 10,000 പെർ യൂണിറ്റിൻ്റെ അല്ലേ? അപ്പം എത്ര യൂണിറ്റാന്ന് അറിയില്ലല്ലോ. അറിയോ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടാൽ മതി. അപ്പോഴാണ് അടുത്ത പോയിന്റ്. ആ സ്റ്റാർ അല്ലേ, അതിലേക്കൊന്ന് പോയിക്കാൻ. സ്റ്റാർ assume the number of unit to be sold ഏതാണ്? XB and YB to be break even as well as ഏതായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ഡ്യൂറിങ് ദ ഇയർ ആർ ഏതാണ്? സെയിം. അപ്പം നിങ്ങളിപ്പോൾ വിൽക്കുന്ന എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എത്ര ഉള്ളത്? 10,000 അല്ലേ? അല്ലേ? സോറി, ഞാൻ തെറ്റിപ്പോയി. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 10,000. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നെക്സ്റ്റ് പീരീഡ് അല്ലേ? സോറി, നെക്സ്റ്റ് പീരീഡിലല്ലേ ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത്. 10,000-ൻ്റെ അല്ല കണ്ടത്, ഇതിൻ്റെയാണ് 8,000-ൻ്റെ കാണേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? 10,000 കഴിഞ്ഞല്ലേ? ഇനി നെക്സ്റ്റ് ഇയറിലല്ലേ? ഇപ്പം എത്ര വരും? 2,000 വരും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടൂടെ? അത് ഇത് നിങ്ങൾ സാധാരണ കാണാത്ത ക്വസ്റ്റ്യനാണ്, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നുമില്ല എന്നുള്ളത്. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് കാണും. എത്ര വരും? ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 2,000 ഇൻറ്റു എത്രയാ? 400. അപ്പം എത്ര വരും? 8 lakh. ഇതാണ് എന്ത്? ഫിക്സ്ഡ് കോസ്റ്റ് ഷുഡ് ബി. ഇതായിരിക്കണം നിങ്ങളുടെ എന്ത്? ഫിക്സ്ഡ് കോസ്റ്റ്. പക്ഷെ നിലവിലെ എക്സിസ്റ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാ? 10 ലക്ഷം. വിച്ച് മീൻസ് 2 lakh. യു ഹാവ് ടു റിഡ്യൂസ് എന്താണ്? ഫിക്സ്ഡ് 2 lakh ഫിക്സ്ഡ് കോസ്റ്റ്. എന്നിട്ട് അവരെന്തൊക്കെ പറഞ്ഞ് അതിനോടൊക്കെ പോക്കായിണ്ട? എന്തൊക്കെ അവരുടെ കണ്ടീഷൻ? എക്സ്ക്യൂസ് മീ, ഫോർ ദ നെക്സ്റ്റ് പീരീഡ് വൈകി ദ കമ്പനി വാണ്ട് ടു കറണ്ട് PV റേഷ്യോ. അപ്പം ടു മെയിൻറ്റെയിൻ കറണ്ട് PV റേഷ്യോ. ഓക്കെ. അതോ ബ്രേക്ക് ഇവൺ എത്രയാണോ? 400 ആണോ? ഇതേപോലെ മറ്റൊരു പെട്ടെന്ന് കണ്ടൂടെ? ഒന്ന് പറഞ്ഞേ, മറ്റാളുടെ ഒന്ന് പറഞ്ഞുകൊണ്ടാണ്. യൂണിറ്റ് 2 എത്ര തന്നെയാണ്? 400 യൂണിറ്റാണ്. ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് അറിയില്ല. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അപ്പുറത്തെ എത്രയാണ്? അടുത്ത കൊല്ലത്തെ 9,000-ൻ്റെ എത്ര എടുത്താൽ മതി? 30%. എത്ര വരും? 1,800. 2,000 എത്ര വരും? 2,700.
ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 2700 ഇൻറ്റു 400 എത്രയാണ്? 10,80,000. നിലവിൽ അവരുടെ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 15 ലക്ഷമാണ് എക്സിസ്റ്റിംഗ് ഉള്ളത്. അപ്പോൾ അവരെത്ര കുറയ്ക്കണം? 4,80,000. 20,000. ഓക്കെ, സോറി. ഇത്ര എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത്? റിഡക്ഷൻ. ക്വസ്റ്റിൻ്റെ ലാസ്റ്റ് എന്താ ആവശ്യപ്പെട്ട്? യു ആർ റിക്വയർഡ് ടു വൈകി അനലൈസ് പറയടാ the cost reduction program to be envisaged, that is reduction in the fixed expense product wise. നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ഡീറ്റെയിൽ ആയിട്ട് ഇതിലുണ്ടല്ലോ. അടുത്തതിലേക്ക് പോവാം. നമ്മുടെ മുത്തുമണിയാദ്യം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് അല്ലേ? കാണാൻ പറഞ്ഞെന്താ? പൈസ കൊടുക്കും. എന്തൊക്കെ കാണാൻ പറഞ്ഞത്? എല്ലാം ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്? മെറ്റീരിയൽ ഉണ്ട്, പിന്നെ ഏതുണ്ട്? ലേബർ ഉണ്ട്, പിന്നെ ഏതാണ്? ഫിക്സഡ് ഓവർഹെഡ് ഉണ്ട്. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് പറഞ്ഞാൽ ഇവിടുന്ന് പോണ ബ്രേക്ക് അല്ല, ഇതുവരെ ചെയ്തിട്ട് പിന്നെ പറഞ്ഞ പോലെ. ഓക്കെ അല്ലേ?